ഹായ് ഫ്രാൻസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷാമ്പൂ ആണ് കേട്ടോ. അതായത് ഒനിയൻ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് ഷാമ്പൂ ഉണ്ടാക്കാൻ പോണത്. മുടി കൊഴിച്ചില് അതുപോലെ വളർച്ചയ്ക്കൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഒനിയൻ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഷാമ്പൂ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. നല്ല സൾഫേറ്റ് ഫ്രീ ബേസ് വെച്ചിട്ട് നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ അതിനാണ് ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു അടിപൊളി ഷാമ്പൂ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഷാമ്പൂ ഉണ്ടാക്കാനുള്ള ഇതാണ് സൾഫേറ്റ് ഫ്രീ ബേസ് കേട്ടോ. അതുപോലെ നമുക്ക് ഇത് ഡിയം വാട്ടർ, അതുപോലെ അലോവേര എക്സ്ട്രാക്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിന്ന് ഒനിയൻ ഷാമ്പൂ ഉണ്ടാക്കണം. അപ്പോൾ ഒനിയന്റെ എക്സ്ട്രാക്ട് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് കണ്ടീഷണർ കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് വൈറ്റമിൻ ഇ ചേർക്കുന്നുണ്ട്. അതുപോലെ കളറ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്ട്രാക്ട് ആയതുകൊണ്ടാണ് ഈ കളറൊക്കെ ചേർക്കേണ്ടി വരുന്നത് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ ഒരു മെഷർമെൻറ്റ് ഇതിനെ ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ അത് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ടയർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാമോളം ബേസ് ആദ്യം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 100 ഗ്രാം ബേസ് എടുക്കുന്നുണ്ട്. ബേസ് നമ്മൾ ഏകദേശം 100 ഗ്രാം കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എക്സ്ട്രാക്റ്റ് ആണ്. ഡിയം വാട്ടർ ചേർക്കാം. അപ്പോൾ അതൊന്നുകൂടി ടയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 50 ഗ്രാമോളം ഡിയം വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അതും കൂടി ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് എടുത്തു, വാട്ടർ എടുത്തു. ഇനി നമ്മൾ എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒനിയൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ അതും ഓക്കെ, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റ് 1 ഡ്രോപ്സോളം അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ കണ്ടീഷണറാണ് കേട്ടോ, ഷാമ്പൂ കണ്ടീഷണറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം 1 ഗ്രാമോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തിക്കായി കിട്ടും കേട്ടോ. ഓൾറെഡി ഇത് തിക്കായി തുടങ്ങി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അതിലേക്ക് ഇനി ചെറിയൊരു ലൈറ്റ് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ലൈറ്റ് റെഡാണ് ഒഴിക്കണം. ചെറുതായിട്ട് ഇട്ടാ, 1 ഡ്രോപ്സ് ഒന്നും വേണ്ട, ചെറുതായി. ഓക്കെ, ഇതിലേക്ക് ഞാൻ സ്മെല്ല് ചേർക്കുന്നുണ്ട്. സ്മെല്ല് നമുക്ക് ആവശ്യത്തിന് ഏതൊക്കെ സ്മെല്ല് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്മെല്ലുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ലൈറ്റ് സ്മെല്ല് വേണ്ടു ഷാമ്പൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തേക്കും ആവണ രീതിയിൽ. ഇതിലിപ്പോൾ കളർ നമ്മൾ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു ലൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ് ഷാമ്പൂ. നമുക്ക് നാച്ചുറൽ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം. ഇത് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ ഇതൊക്കെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കട്ടി കൂടി കഴിഞ്ഞാൽ തന്നെ അഥവാ കുറച്ച് നമ്മുടെ ഡിയം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ചെറിയ ലൂസ് ആയി പോകും ഉണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാം. കട്ടി ഓക്കെ, അപ്പോൾ നമ്മുടെ ഒനിയൻ ഷാമ്പൂ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഏകദേശം ഇത് നമുക്കിന്ന് നൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ദിവസം ഇങ്ങനെ വെച്ച് നൈറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടിപൊളിയായിട്ട് കവർ ചെയ്ത് വെക്കട്ടെ. അതിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇത് ഏകദേശം ഒന്ന് നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നാളെ മോർണിംഗ് ആകുമ്പോഴേക്കും സംഭവം നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുള്ള നല്ല ഷാമ്പൂ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ?
ഇതുപോലെ കവർ ചെയ്ത് വെക്കുക ഉണ്ടാ. അപ്പൊ നൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഡയല് ആവുമ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കൊരു ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത്. ഷാമ്പൂവിന്റെ ഇതിങ്ങനെ തുറക്കണ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നാളെ റെഡി ആയി കിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇത് വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കാരണം അത് കറക്റ്റ് അതിൻ്റെ ട്രാൻസ്പെറൻസി കിട്ടണമെങ്കിൽ നാളെ വേണം. അപ്പോൾ നാളത്തേക്ക് നമുക്കിത് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷാമ്പു ഒക്കെ അടിപൊളിയായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടില്ലേ നിങ്ങൾ? ഇത് ഇത്രയുള്ള ഇതിന് ഒരു ബോട്ടിലേക്ക് നമുക്ക് ഈ ബോട്ടിലേക്ക് നമ്മുടെ ഷാമ്പു ബോട്ടിലിൻ്റെ ഇതിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ഇപ്പം നല്ല നൈറ്റ് വെച്ച് നമ്മൾ മോർണിംഗിൽ എടുത്തു. നല്ല ട്രാൻസ്പെറൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്, അടിപൊളി. അപ്പോൾ ഇനി ഞാൻ ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് റിമൂവ് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്ലിം ഗ്രാപ്പ് വെച്ചിട്ട് നല്ല നമ്മൾ ഇതാക്കിയല്ലോ, അതിലേക്ക് ഇതിലേക്ക് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. അപ്പോൾ നമ്മുടെ ഷാമ്പൂ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് റെഡി ആയിട്ടിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഷാമ്പൂ ബേസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം. അതിൽ ഷവർ ജെല്ല്, ഫേസ് വാഷ്, ക്രീം ഇതിൻ്റെയൊക്കെ ബേസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിലൊന്നും ആരും മറക്കരുത് കേട്ടോ, എല്ലാം ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ.